ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് രേവതിനെയും വർഷേനെയും ശ്രുതിനെയാണ്. അങ്ങനെ ഇവര് മൂന്നും ഇവരിലൊരു ബോണ്ടിങ് ഉണ്ടാക്കി എടുത്തു കേട്ടോ. ബോണ്ടിങ് ഉണ്ടാക്കിയൊന്നും എടുത്തൊന്നുമില്ല, നമ്മുടെ വർഷ അങ്ങ് പറഞ്ഞതാണ്. ഈ കാരണം കൊണ്ട് നമുക്കൊരു ബോണ്ടിങ് വന്നല്ലോ നമുക്കിടയിൽ. നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്കും ഒരു ചെറിയൊരു സന്തോഷം ഉണ്ടല്ലോ. ഏതായാലും ഹസ്ബൻഡിനോടൊക്കെ വഴക്കിട്ടെങ്കിലും നമുക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ രേവതി ആണെങ്കിൽ ഭയങ്കര ചിരി കേൾക്കുന്നത് ടെറസിന്റെ മണ്ടയില്. അങ്ങനെ രേവതി പതിയെ ടെറസിന്റെ മണ്ടയില് പോയി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വർഷയോടും ശ്രുതിയോടും പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് അവിടെ നിന്ന് എന്തോ ഒരു ഒച്ച കേൾക്കുന്നു, ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു. അപ്പം ശ്രുതി ഒരു കാര്യം പറഞ്ഞത്, അത് പിന്നെ ശ്രുതിക്ക് ഭയങ്കര വിഷമമായിരിക്കും, ശ്രുതി ഉറങ്ങി ഒന്നും കാണത്തില്ല എന്ന്. അപ്പൊ നമ്മുടെ വർഷയും പറഞ്ഞു, അതെ അതെ, ശ്രീകാന്തിനും ഭയങ്കര വിഷമമായിരിക്കും, ശ്രീകാന്ത് ഉറങ്ങുമൊന്നുമില്ല ഇന്ന്, അവരാ ഫീലിങ്സ് അടിച്ചിരിക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞു. രേവതി ചെന്ന് പതിയെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും മൂന്ന് പേരും കൂടെ നിന്ന് ഭയങ്കര അട്ടഹസവും ചിരിയും ബഹളവും കളിയും ഭയങ്കര സ്നേഹപ്രകടനവും ഒക്കെ. രേവതി ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാ, നിങ്ങളുടെ കെട്ടിയന്മാരെ തീരെ ഉറങ്ങിയിട്ടില്ല, ഉറക്കവേ ഇല്ല, അവിടെ കിടന്ന് ആഘോഷിക്കുക, മൂളി കിടന്ന് മൂന്ന് പേരും കൂടെ ഭയങ്കര ചിരിയും കളിയും എന്നൊക്കെ. ആണോ? അപ്പം അവർക്ക് വിഷമമൊന്നുമില്ലേ? അവർക്ക് വിഷമമൊന്നുമില്ല. അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ അവർ ചിരിച്ചും കളിച്ചും അവിടെ ഇരിക്കുവോ? അവരെന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓഹോ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വർഷയും അതുപോലെ ശ്രുതിയും രേവതിയും ഒക്കെ പോയി അവരവരുടെ റൂമിൽ പോയി കിടന്നു കേട്ടോ. പിന്നെ നേരം പരപരാ വെളുക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ നേരം പരപരാ വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് രാവിലെ തന്നെ കോഫി വേണം. ചന്ദ്ര, രേവതി എടി കോഫി ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്ന് പറഞ്ഞ് അലറുവാ കിടന്ന് രാവിലെ വെളുപ്പാങ്കാലത്ത്. അപ്പോഴത്തേക്കാണ് നമ്മുടെ രവീന്ദ്ര പറഞ്ഞ്, നീ എന്തിനാടി ഇവിടെ കിടന്ന് അലറുന്നത്? ഇതെന്താ ഹോട്ടലാണെന്നാണോ നിന്റെ വിചാരം? കോഫി എന്ന് പറയുമ്പോ കോഫി, ഊണെന്ന് പറയുമ്പോ ഊണ്. നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പം, അത് പിന്നെ എന്ന് രാവിലെ അവളല്ലേ എഴുന്നള്ളി കോഫി കൊണ്ട് തരുന്നത്, അപ്പം പിന്നെ ഞാൻ കോഫി കോഫി എന്നല്ലാതെ പിന്നെ എന്നാ കിടന്നലർന്നത്? അവൾ എന്ത്, എനിക്ക് ഇപ്പം ഒരു കോഫി കിട്ടിയേ പറ്റൂ. എങ്കിൽ നീ കുറെ പാടുപെടും ചന്ദ്രേ. കോഫി കുടിക്കണമെങ്കിലേ തന്നെ അടുക്കളയിൽ പോയി ഇട്ട് കുടിക്കുക. തന്നെ അടുക്കളയിൽ പോയി ഇട്ട് കുടിക്കാനോ? അതെങ്ങനെ ശരിയാകും രവിയേട്ടാ? എനിക്ക് തന്നെ പോയി അടുക്കളയിലൊന്നും ഇട്ട് കുടിക്കാൻ പറ്റില്ല. എങ്കിലേ രേവതി നിനക്ക് കോഫി ഇട്ട് തരാൻ പോകുന്നില്ല. ഓഹോ, അവക്ക് അത്ര അഹങ്കാരോ? അവളെ ഒന്ന് ഞാൻ പോയി കാണട്ടെ. അവളെ ഇനി കാണണമെങ്കിൽ നീ പൂക്കടയിൽ പോകേണ്ടി വരും. പൂക്കടയിലോ? രാവിലെ അവൾ അങ്ങോട്ടേക്ക് എഴുന്നള്ളിയോ? രാവിലെ അവൾ അങ്ങോട്ടേക്ക് എഴുന്നള്ളി. ഇന്ന് കുറച്ച് കച്ചവടമോ എന്തോ കല്യാണത്തിന്റെ ഒക്കെ തിരക്കുണ്ട്. അപ്പൊ അവക്ക് പൂമാലയൊക്കെ കെട്ടിക്കൊടുക്കണം. അതുകൊണ്ട് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിലേ ശരിയാവില്ലല്ലോ. അതുകൊണ്ട് രാവിലെ അവള് പോയി. ഒരു ജോലി വേറെ കൂലി ഇല്ലാതിരുന്നപ്പോഴത്തേക്കും അവൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. എന്നിട്ട് എടി, നിന്റെ 2 മരുമക്കളുണ്ടല്ലോ വേറെ, അവരിവിടെ ഉണ്ടല്ലോ, അവരോട് പോയി പറയണം. അത് പിന്നെ അവർക്ക് തിരക്കല്ലേ, അവർക്ക് ഓഫീസിലൊക്കെ പോകണ്ടേ? അപ്പൊ അവർക്ക് ഓഫീസിൽ പോകണം, രേവതിക്ക് മാത്രം ജോലി ഉള്ളത് പ്രശ്നം. അത് പിന്നെ അവളല്ലേ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്ത് ശീലമാക്കിയത്. നിനക്കും അത് ശീലമാക്കാലോ. എടി, ഇപ്പൊ ജോലിയും വേലയും കൂലിയും ഇല്ലാത്തത് നിനക്കല്ലേ ഇവിടെ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നീയല്ലേ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞില്ലേ, നീ തന്നെ പോയി കോഫി ഇട്ടങ്ങ് കുടിക്ക്. അല്ല കയ്യിലെ വളവല്ലോ ഊരിപ്പോവോ? ഊരിപ്പോവെങ്കിലേ സാരമില്ല, ഞാൻ അങ്ങ് സഹിച്ചു. ചെല്ല് 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 ചെല്ല്, നീ കോഫി ഇട്ട് കുടിക്കാൻ പറഞ്ഞു. എപ്പോഴാണോ ഏത് നേരത്താണോ എൻ്റെ ഒരു തലയിലെഴുത്തേ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കുമാണ് നമ്മുടെ സുതിമോൻ ഇറങ്ങി വരുന്നത് മേളിലത്തെ ടെറസിന്റെ മണ്ടയിൽ നിന്ന് വായും തലകണയൊക്കെ ആയിട്ട്. നമ്മുടെ സുധീനെ കണ്ടതും പെട്ടെന്ന് ചന്ദ്ര, ഇതെന്താടാ സുധി, നീ മേളിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും സുധി ഒന്നും മിണ്ടാതെ അങ്ങ് ഉള്ളിലേക്ക് കയറിയും പോയി. അയ്യോ, പിന്നെ നമ്മുടെ ചന്ദ്രയുടെ സമാധാനം അങ്ങ് നഷ്ടപ്പെട്ടു പോയില്ലേ. ചന്ദ്രയാണെങ്കിൽ, രവിയേട്ട കണ്ടോ രവിയേട്ട, എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പിന്നെ അവനങ്ങനെ മുകളിൽ ടെറസിന്റെ മണ്ടയിലൊന്നും പോയി കിടക്കുന്നതല്ല, അവൻ ഉറങ്ങാൻ AC വേണം, ബെഡ് വേണം. ഇതിപ്പം അവൻ ഇന്ന് റൂമിലല്ലേ കിടന്നുറങ്ങിയത് എന്നും പറഞ്ഞ് പൊറുപൊറുക്കാൻ തുടങ്ങിയപ്പോ രവീന്ദ്രൻ പറഞ്ഞു, എടി ചന്ദ്രെ, അവന് ടെറസിന്റെ മണ്ടയിൽ പോയി കിടക്കാൻ തോന്നി കാണും, അവൻ പോയി കിടന്നു കാണും, അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അല്ല, അവർക്കിടയിൽ എന്തോ പ്രശ്നമുണ്ട്.
അതുകൊണ്ട് തന്നെയാ എനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞ് നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് നമ്മുടെ ശ്രുതിയുടെയും. അവിടെ ശ്രുതിയാണെങ്കിൽ എന്തോ കണക്കും കാര്യങ്ങളൊക്കെ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പെട്ടെന്ന് ചന്ദ്രനെ കണ്ടതും നമ്മുടെ ശ്രുതി എണീറ്റിട്ട് എന്താമെന്ന് ചോദിച്ചപ്പം അത് പിന്നെ മോൾ എന്തെടുക്കുക? അത് ഞാൻ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ നോക്കായിരുന്നു അമ്മേ. കണക്കും കാര്യങ്ങളൊക്കെ നോക്കായിരുന്നോ? അല്ല മോക്ക് ഇത് എന്താ പറ്റിയത്? മോളുടെ മുഖത്ത് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടല്ലോ, ഇന്നലെ മോൾ ഉറങ്ങിയില്ലേ? അത് പിന്നെ ഉറങ്ങിയോന്ന് ചോദിച്ചാല് ഇന്നലെ ഞാനും രേവതിയും വർഷയും കൂടെ കുറച്ചു നേരം സംസാരിച്ചിരിക്കുകയായിരുന്നു. കിടന്നപ്പോ ഒരു മണിയൊക്കെ ആയി. നീയും വർഷയും രേവതിയും കൂടെ സംസാരിച്ചിരിക്കുകയായിരുന്നോ? പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുക, ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ, അങ്ങനെ ഒരുമിച്ച് സംസാരിച്ചിരിക്കേണ്ട സമയമല്ലല്ലോ. അങ്ങനെ മൂന്ന് മരുമക്കളും കൂടെ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ എന്റെ കാര്യം അതോ ഗതിയാകും. അപ്പൊ പെട്ടെന്ന് ശ്രുതി ചോദിച്ചു, അല്ല എന്താ അമ്മ ചിന്തിക്കുന്നത്? ഒന്നുമില്ല മോളെ. അല്ല ഇന്നലെ അങ്ങനെ സംസാരിച്ചിരിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ മോക്ക് എന്നെ വിളിക്കത്തില്ലായിരുന്നോ? ഞാൻ രാത്രി എണീറ്റ് വരുമായിരുന്നല്ലോ. അത് പിന്നെ അമ്മ ഭയങ്കര ഉറക്കമായിരുന്നു അമ്മേ, അതുകൊണ്ടാ ഞാൻ അമ്മേനെ വിളിക്കാതിരുന്നതും അമ്മയുടെ അടുത്ത് വരാതിരുന്നതും. ഞാൻ വന്നായിരുന്നു, അപ്പൊ നല്ല ഉറക്കമായിരുന്നു, പിന്നെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതി. അല്ല വേറെ ഒരു പ്രശ്നമില്ലല്ലോ? അല്ല വേറെന്ത് പ്രശ്നം? അല്ല വേറെ ഒരു പ്രശ്നമില്ലല്ലോ? ഇല്ല, തൽക്കാലം ഇപ്പൊ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി അമ്മയായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ആണല്ലേ, എന്നാ പിന്നെ ഞാൻ പോട്ടെ, മോള് കണക്ക് നോക്കിക്കോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര അങ്ങ് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങോട്ട് ഡൗട്ടും സംശയങ്ങളും ഒക്കെ ഒന്നും തീരുന്നില്ല കേട്ടോ. ചന്ദ്ര നേരെ രവീന്ദ്രന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, രവിയേട്ട എന്തോ ഉണ്ട്. അവര് തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ നിങ്ങൾക്കറിയാമോ, ഇന്നലെ രാത്രി വർഷയും ശ്രുതിയും രേവതിയൊന്നും ഉറങ്ങിയില്ലെന്ന്. അവരിന്നലെ 1 മണി വരെ ഇരുന്ന് സംസാരിക്കുമായിരുന്നെന്ന്. അതെങ്ങനെ ശരിയാകും? അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഓഹോ, അതങ്ങനെ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്താ ചന്ദ്രേ? അവര് നിന്റെ മരുമക്കളല്ലേ, അവരൊരുമിച്ചിരുന്ന് സംസാരിക്കട്ടെ, സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്. അവരൊരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ സന്തോഷമല്ലേ വരേണ്ടത് ഒരു അമ്മായിമ്മയ്ക്ക്. ഇല്ലില്ല, അങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല രവിയേട്ടാ. അങ്ങനെ എങ്ങനെ സന്തോഷിക്കാനാ? അവരെന്തായിരിക്കും സംസാരിച്ചത്? അവരെന്തായിരിക്കും പറഞ്ഞത്? ഓ, അത് പറ്റില്ല എന്ന് പറയും. പേടി ചന്ദ്രൻ, നീ എന്തൊരു അമ്മായിയമ്മയാടി? നീ എന്താ അമ്മായിയമ്മ പോലെ എടുക്കാൻ പോവാണോ? അല്ല, നീ ഓൾറെഡി ഒരു മരുമകളോട് അമ്മായിയമ്മ പോലെ എടുത്തോണ്ടിരിക്കുക, ഇനി മറ്റു 2 മരുമകളോടും കൂടെ എടുക്കാനുള്ളൂ. അവരോട് ഞാൻ അമ്മായിയമ്മ പോലെ ഒന്നും എടുക്കത്തില്ല. കാരണമേ കോടീശ്വരിമാര് ദൈവം അനുഗ്രഹിച്ച് ഈ വീട്ടിൽ കയറ്റിക്കൊണ്ട് തന്നതാ. അതുകൊണ്ട് തന്നെ രേവതിയും വർഷയും ശ്രുതിയും ഒന്നിക്കാൻ പാടില്ല. അവര് 3 പേരും ഒന്നിച്ചു കഴിഞ്ഞാൽ അവിടെ ഒറ്റപ്പെടുന്നത് ആരാ? ഈ ചന്ദ്ര ആയിരിക്കും. അതും കൊണ്ട് ഏതായാലും 3നെ ഒന്നിപ്പിക്കത്തില്ല ഞാന്. അല്ല, എന്തായിരിക്കും പ്രശ്നം? ഒരെത്തും പിടിയും കിട്ടുന്നില്ല രവിയേട്ട. എന്തോ പ്രശ്നമുണ്ട്. പാവം എന്റെ സുതിമോൻ ഒരിക്കലും അങ്ങനെ ടെറസിന്റെ മണ്ടയിലൊന്നും പോയി കിടന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോ എന്റെ സുതിമോൻ ടെറസിന്റെ മണ്ടയിൽ പോയി കിടന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞു കൊഴുക്കട്ട രൂപത്തിലായി പോയിട്ടോ. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ ശ്രുതിനെയും കാണിക്കുന്നത്. അങ്ങനെ ശ്രുതി റൂമിലേക്ക് കയറി ചെല്ലുന്ന ഉടനെ തന്നെ, നന്നായിട്ട് ഇന്നലെ ഉറങ്ങി കാണുമല്ലേ എന്നിങ്ങനെ ചോദിച്ചു നമ്മുടെ ശ്രുതി. അപ്പം പറഞ്ഞു, ഉറക്കം വരാനോ? ഞാൻ ഇതുവരെ ടെറസിന്റെ മണ്ടയിലൊന്നും പോയി കിടന്നിട്ടില്ല. നിനക്കറിയത്തില്ലാഞ്ഞിട്ടാ, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല. പിന്നെ എന്തിനാ വെറുതെ നീ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ നിന്നോടൊക്കെ ചെയ്തത്? തെറ്റ് ചെയ്തില്ലല്ലേ? എന്തുവാ സുധി ഈ പറയുന്നത്? സുധിക്കറിയാമോ, സുധീനെ ജോലിക്ക് വിടാനുള്ള കൊതിയും കൊണ്ടൊന്നും അല്ല. പിന്നെ എന്നെ ജോലിക്ക് വിടാനുള്ള കൊതിയും അല്ലെങ്കിൽ പിന്നെ എന്താ? എന്റെ സമാധാനം നഷ്ടപ്പെട്ട് ഇരിക്കുക എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, എന്നെ കല്യാണം കഴിച്ചത് കൊണ്ടായിരിക്കും അല്ലേ? എന്റെ പൊന്നു ശ്രുതി, നിന്നെ കല്യാണം കഴിച്ചത് കൊണ്ടൊന്നും അല്ല. പിന്നെ എന്താ? അത് നിനക്കിപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് വേണ്ടിയാ ഞാൻ ജോലിക്ക് പോയത്. ഓഹോ, എനിക്ക് വേണ്ടിയോ? അപ്പൊ എനിക്ക് വേണ്ടിയാണോ ജോലിക്ക് പോകുന്നത്? അല്ലാതെ ശ്രുതിക്ക് വേണ്ടിയല്ല. നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞത് ഞാൻ ആ ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു. ഇത്രയും എഡ്യൂക്കേഷനും വിവരവും ബോധവും ഒക്കെ ഉള്ള ഞാന് ഒരിക്കലും ആ ജോലിക്ക് പോകരുത്. എന്റെ മാന്യതയ്ക്ക് ആ ജോലി ചേരില്ലായിരുന്നു. അവിടെ എനിക്ക് മാന്യത കിട്ടിയതുമില്ല. ഞാൻ എന്ത് ജോലിക്കാ പോയതെന്ന് നിനക്കറിയാമോ? നീ അത് അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, നീ ഞെട്ടും. നീ എന്ത് ജോലിക്കാ പോയത് സുധി പറ, എന്ത് ജോലിക്കാ പോയത്? ഒരിക്കലും ഞാൻ ആ ജോലിക്കൊന്നും പോകാൻ ആഗ്രഹിച്ചതല്ല. ഒരു ഹോട്ടലിൽ വെയിറ്റർ ആയിട്ടാ ഞാൻ പോയത്. ഇത് കേട്ടത് സത്യത്തിൽ ശ്രുതി ഒന്ന് ഞെട്ടിട്ടോ. ശ്രുതി പെട്ടെന്ന് എണീറ്റ് വന്നിട്ട്, എന്താ ശ്രുതി പറഞ്ഞത്? ഹോട്ടലിലോ? ഹോട്ടലിൽ വെയിറ്റർ ആയിട്ട്. എന്നിട്ട് ഞാൻ നിന്നോട് പറയാതിരുന്നത് നിനക്ക് വിഷമാവണ്ടല്ലോ, നിനക്ക് നാണക്കേട് ആവൂലോ എന്ന് ഓർത്തിട്ടാ. അതുമാത്രമല്ല,
ഈ ജോലിക്ക് ഞാൻ പോയത് ആരെ ഓർത്തിട്ടാ? നിന്നെ ഓർത്തിട്ട് തന്നെയാ. നിനക്ക് വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. നിനക്ക് സങ്കടമാവണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. ഓഹോ, എനിക്ക് വേണ്ടിയാണോ സുധി ജോലിക്ക് പോകേണ്ടത്? ഞാൻ വീണ്ടും പറയാ, എനിക്ക് വേണ്ടി അല്ല സുധി ജോലിക്ക് പോകേണ്ടത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, കല്യാണത്തിന് മുമ്പ് സുധിക്ക് ജോലി ഇല്ലായിരുന്നു. ഞാൻ ജോലി ഇല്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ സുധീനെ വിവാഹം കഴിച്ചത്. അല്ലാതെ ജോലി ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ ഞാൻ സുധീനെ വിവാഹം കഴിച്ചത്? സുധിക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ വിവാഹം കഴിച്ചത്? ഒരു ജോലിയും വേലയും കൂലിയും ഇല്ലെങ്കിലും എനിക്കറിയാം എന്റെ ഭർത്താവിനെ നോക്കാൻ. പിന്നെ ഭർത്താവിന്റെ കീഴിൽ കിടന്ന് ഭർത്താവ് കൊണ്ടുവരുന്ന വരുമാനം വെച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ അല്ല ഞാൻ. എനിക്ക് സ്വന്തമായിട്ടൊരു നിലപാടുണ്ട്, സ്വന്തമായിട്ടൊരു വരുമാനമുണ്ട്, സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സ്വയം തന്നെ ഒന്ന് പെട്ടെന്നൊന്ന് ഇടിഞ്ഞു പോയിട്ടോ. അതുകൊണ്ട് ശ്രുതി അങ്ങ് ബബ്ബ വെച്ചു. എന്നിട്ടും പറഞ്ഞു, എന്നിട്ടൊക്കെ ഞാൻ സുധീനെ വിവാഹം കഴിച്ചത് ജോലി ഉണ്ടായിട്ടല്ലെന്ന് മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും സുധിക്കില്ലേ? പക്ഷെ സുധി ഒന്ന് ഓർത്തോണം, നമുക്ക് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിലും കുടുംബത്തിലും ഒക്കെ ഒരു നിലയും വിലയും ഉണ്ടാകത്തുള്ളൂ. സുധീനെ എല്ലാവരും ഇട്ട് ചവിട്ടി തേക്കില്ലേ? സുധിയെ സച്ചിട്ട് പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നതല്ലേ? അത് എനിക്കും കൂടെ അല്ലേ ഫീൽ ചെയ്യുന്നത്? ഞാനും കൂടെ അല്ലേ കേൾക്കുന്നത്? എന്റെ ഭർത്താവിനെ പറയുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണം, ഞാൻ സഹിക്കണം. അതുകൊണ്ടല്ലേ സുധിയോട് ഞാൻ ജോലിക്ക് പോകാൻ പറഞ്ഞത്. അല്ലാതെ സുധീരെ നിർബന്ധമായിട്ട് ജോലിക്ക് വിട്ട് സുധിയുടെ പൈസയും കൊണ്ട് ജീവിക്കാനുള്ള കൊതിയും കൊണ്ടൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോ, ഇല്ല, ഇനി ഒരിക്കലും ഞാൻ ഇതുപോലെയുള്ള ജോലിക്ക് പോവില്ല ശ്രുതി, ഞാൻ പോവില്ല. എന്റെ മാന്യതയെ ചോദ്യം ചെയ്തവര്, എന്റെ മാന്യത ചൂഷണം ചെയ്തവര്, എന്നിട്ട് ഞാൻ ആ ഹോട്ടലിൽ വെയിറ്ററായിട്ട് ജോലി ചെയ്തത്, ഇനി എന്റെ വിദ്യാഭ്യാസത്തിനും തരത്തിനും ഒത്ത എന്ത് ജോലി കിട്ടുന്നു എങ്കിൽ മാത്രമേ ഞാൻ ജോലിക്ക് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോവില്ല. അതുമാത്രമല്ല, ഇന്നു മുതൽ ഞാൻ ജോലിക്ക് ശ്രമിക്കാൻ പോവുക. ഇന്നു മുതൽ ഞാൻ ജോലി തപ്പി ഇറങ്ങുക. എൻ്റെ വിദ്യാഭ്യാസത്തിനും യോഗ്യതയ്ക്കും ഒത്ത ജോലി അത് ഞാൻ എങ്ങനെയെങ്കിലും തപ്പി കണ്ടുപിടിച്ചിരിക്കും ശ്രുതി. അല്ലാതെ വേറൊരു ജോലി ഈ ശ്രുതി ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് ഇറങ്ങി പോയിട്ടോ. ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ നിൽക്കുന്നു. വല്ലാത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ മുഴു പ്രശ്നങ്ങൾ. ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ചന്ദ്രയ്ക്ക് വെപ്രാളവും ഒരു പരവേശമൊക്കെ. അങ്ങനെ ചന്ദ്ര ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. രവീന്ദ്രനാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുക. നീ നിന്റെ കാര്യം നോക്കുക, അവര് കല്യാണം കഴിഞ്ഞവരല്ലേ, അവർക്കിടയിൽ ചിലപ്പോൾ സൗന്ദര്യ പിണക്കം ഉണ്ടാകും, അതന്വേഷിച്ച് നീ നടക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്ര അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. രവിയേട്ടാ ഇനി എന്ത് ചെയ്യും, രവിയേട്ടാ എന്ന് വിളിച്ച് രവീന്ദ്രനൊട്ട് സമാധാനം കൊടുക്കുന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞല്ലേ, നീ എന്താ കോഫി കുടിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കോഫി കുടിച്ചില്ലേ? അത് പിന്നെ എങ്ങനെയാ രവിയേട്ടാ സമാധാനത്തോടെ കോഫി കുടിക്കുന്നത്? എനിക്ക് പറ്റില്ല രവിയേട്ടാ സമാധാനത്തോടെ കോഫി കുടിക്കാൻ. എൻ്റെ ദൈവമേ, എൻ്റെ മക്കള് പാവം, എൻ്റെ സുതിമോളും ഇതുവരെ വഴക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല, എന്താ പറ്റിയതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ അലപ്പറയിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ രേവതി കയറി വരുന്നതും നമ്മുടെ ശ്രീകാന്ത് മേളിത്തെ നിലയിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഒരുമിച്ചായിരുന്നു. അതായത് ടെറസിന്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഒരുമിച്ചായിരുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രീകാന്ത് എന്ത് ചെയ്തു? ശ്രീകാന്ത് നേരെ രേവതിയോട് ചോദിച്ചു, അല്ല വർഷ എന്തിയെ ചേച്ചി, വർഷ എന്തിയെ എടുത്തി, വർഷ വല്ലോ പറഞ്ഞായിരുന്നോ എടുത്തിയോടെന്ന് ചോദിച്ചപ്പം പറഞ്ഞു, അത് പിന്നെ ശ്രീകാന്തെ, വർഷ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, ചെറിയ പ്രശ്നമൊക്കെ അല്ലേ, അത് നിങ്ങൾ തമ്മിൽ തീർക്കാന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മുടെ ചന്ദ്ര ഇത് കേട്ടോണ്ടിരിക്കുക. ചന്ദ്ര, ഓഹോ അത് കൊള്ളാലോ, ഇവൻ എന്നോട് ചോദിക്കാതെ ഇവൻ രേവതിയോടെല്ലാം ചോദിക്കുന്നോ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പൊ രേവതി പറഞ്ഞു, അതെ പ്രശ്നമൊന്നുമില്ല, വർഷ റൂമിലുണ്ടെന്ന് പറഞ്ഞു. ആണോ? അവള് പാവം ഒരുപാട് സങ്കടപ്പെട്ട് കാണും, ഇന്നലെ ഉറങ്ങിക്കാണില്ല, ഒരുപോലെ കണ്ണടച്ച് കാണത്തില്ല. ആര് പറഞ്ഞു? അതെ എനിക്കറിയാം രേവതി ചേച്ചി, അവൾ ഒരുപോലെ കണ്ണടക്കില്ല, അവൾ അങ്ങനെയാ, ഞാനില്ലാത്തോണ്ട് ഇന്നലെ ഉറങ്ങി കാണത്തില്ല. എന്തോ ആ ഒരു സമയത്ത് എനിക്ക് ദേഷ്യം വന്നു. അതെ ഞാനൊരു കാര്യം പറയട്ടെ, അവള് ഒരു പാവം പെൺകുട്ടിയല്ലേ, നിനക്കറിയാലോ അവളുടെ സ്വഭാവം, ചാടിക്കടിക്കുന്ന മാത്രമേ ഉള്ളൂ, അല്ലാതെ അവളുടെ മനസ്സിലൊന്നും ഇരുന്നിട്ടല്ല അവളൊന്നും പറയുന്നത്. അതെനിക്കറിയാം ഏടത്തി, ഏതായാലും ഞാൻ ചെല്ലട്ടെ, പാവം അവളിപ്പോ സങ്കടപ്പെട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഭയങ്കര സങ്കടമാണ്, നീ ചെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ രേവതി ചിരിച്ചിട്ടാട്ടോ പറഞ്ഞത്. കാരണം വർഷയ്ക്ക് എന്ത് എവിടെന്ന് ഒരു കോപ്പുമില്ല കേട്ടോ. വർഷയ്ക്ക് ഇത് വല്ലോ മൈൻഡ് ആക്കുമോ? നമ്മുടെ വർഷ എന്ത് ചെയ്യുന്നത്? വർഷ ഇതൊന്നും മൈൻഡ് ആക്കുന്നില്ല. വർഷയ്ക്ക് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള സമയമൊന്നുമില്ല. സാധാരണ അങ്ങനെ ഒരു രീതിയാണല്ലോ നമ്മുടെ വർഷയ്ക്ക്. ആര് വേണമെങ്കിൽ എന്താ, വേണമെങ്കിലെങ്കിൽ എന്താ, കഴിക്കണം, എന്താ ഡബിങ്ങിന് പോകണം, സന്തോഷം വരുമ്പോ സന്തോഷിക്കണം, അങ്ങനെ ഒരു പെൺകുട്ടി. ഈ സമയത്താണെങ്കിൽ ചന്ദ്രയാണെങ്കിൽ ഇത് ശരിയാവില്ലല്ലോ. അമ്മ ഇവിടെ നിന്നിട്ട് അപ്പൊ രേവതിയോടെല്ലാം പോയി പറഞ്ഞിരിക്കുന്നു. അവൻ എന്നോട് പറഞ്ഞില്ല. രവിയേട്ടാ കണ്ടോ, അവൻ ചെയ്തത് കണ്ടോ
എന്നോട് പറയാതെ അവൻ രേവതിയോടെല്ലാം പോയി പറഞ്ഞു. അതങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞപ്പം, എടി നിന്നോട് പറയാൻ പറ്റത്തില്ലെന്ന് അവൻ അറിയാം, അതുകൊണ്ടാണ് അവൻ രേവതിയോട് പറഞ്ഞത്. അല്ലെങ്കിലും ഈ അമ്മമാരോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ അമ്മമാരോട് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ രേവതി ഇപ്പൊ സത്യം പറഞ്ഞാൽ അവൻ അമ്മയെ പോലെ തന്നെയാ, അമ്മയെ പോലെയും ഒരു ചേട്ടത്തിനെ പോലെയും ഒരു സഹോദരീനെ പോലെയും ഒക്കെയാ. അപ്പൊ അതുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിരിക്കും. പിന്നെ നിന്നോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ രേവതിയോട് പറയാൻ പറ്റും, കാരണം അവക്ക് കുറച്ച് വിവരവും ബോധമുണ്ട്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് രവീന്ദ്രനെ ഇങ്ങനെ നോക്കി നിൽക്കാം. ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് നേരെ റൂമിലേക്ക് ചെല്ലുന്നത്. ചെന്നപ്പം ശ്രീകാന്ത് പ്രതീക്ഷിച്ച് ചെല്ലുന്നത് എന്താ, ഭയങ്കര സങ്കടത്തോടു കൂടി ഇരിക്കുന്ന നമ്മുടെ വർഷേനെ കാണാൻ വേണ്ടി ചെല്ലുന്ന ശ്രീകാന്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ, വർഷയാണെങ്കിൽ കിടന്നു ഭയങ്കര തുള്ളലും ചാട്ടവും കളിയും ബഹളവും ഒക്കെ എവിടെ കട്ടിലേ കിടന്നിട്ട്. ഇത് കണ്ടതും ശ്രീകാന്ത് പെട്ടെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് വർഷ ശ്രീകാന്തിനെ കണ്ടതും, ശ്രീകാന്ത് വന്നോ, ആ ബാ കയറി വാന്ന് പറഞ്ഞു, ഒരു പിണക്കവും ഇല്ലാത്ത പോലെ. അപ്പം ശ്രീകാന്ത് ചോദിച്ചു, അല്ല നീ ഇന്നലെ കിടന്നുറങ്ങിയോ, നിനക്ക് ഇന്നലെ ഉറക്കം വന്നോ? ആ ഇന്നലെ കിടന്നുറങ്ങിയോ എന്നോ? ഓ സത്യമായിട്ട് മാസങ്ങൾ കൂടി ഇന്നലെയാ സത്യത്തിൽ ഞാനൊന്ന് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നത്. നീ ഇവിടെ ഉണ്ടെങ്കിൽ അതിന് പറ്റുമായിരുന്നോ? നീ ആണെങ്കിൽ കാലെടുത്ത് മേത്തിടുന്നു, അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു, രക്ഷയുണ്ടല്ലോ. ഞാൻ നല്ല സുഖസുന്ദരമായിട്ട് ഇന്നലെ കിടന്ന് ഉറങ്ങി. ഒത്തിരി നാൾ കൂടി ഇത് കേട്ടത് നമ്മുടെ ശ്രീകാന്തിന്റെ മനസ്സിലുണ്ടായിരുന്നതൊക്കെ അങ്ങ് പോയി കേട്ടോ. ശ്രീകാന്ത് ആണെങ്കിൽ അയ്യോ പാവം ഉറങ്ങി കാണൂല എന്ന് ഓർത്തോണ്ട് വന്നതാ. അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു, നിന്റെ അമ്മ കാരണം ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഞാൻ ഇതുവരെ ടെറസിന്റെ മണ്ടയിലൊന്നും പോയി അങ്ങനെ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല. ഓ എന്റെ അമ്മ കാരണം എന്ത് പ്രശ്നം ഉണ്ടായി? ദേ ശ്രീകാന്ത് വീണ്ടും എന്റെ അമ്മയുടെ പേരെടുത്ത് ഇടരുത് കേട്ടോ. നിന്റെ അമ്മയല്ലേ ഇന്നലെ 2 ടിക്കറ്റ് കൊണ്ടുവന്നതും നിന്നോട് ഇതൊക്കെ പറഞ്ഞതും. ഓസിന് ഞാൻ നിന്നെ അങ്ങോട്ട് ഇപ്പം ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് നീ, അപ്പം പിന്നെ നിന്റെ അമ്മ കാരണമല്ലേ, നിന്റെ അമ്മയല്ലേ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്റെ അമ്മേനെ പറയരുത്, എന്റെ അമ്മ പ്രശ്നം ഉണ്ടാക്കിയതൊന്നുമല്ല. എന്റെ അമ്മ ഒരു സൗകര്യം ഒരുക്കി തന്നതാണ്. നമ്മൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നതാ അവർക്കിഷ്ടം. അല്ലാതെ ശ്രീകാന്ത് വിചാരിക്കുന്ന പോലെ, ശ്രീകാന്ത് മനസ്സിൽ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ഓ പിന്നെ നിന്റെ അമ്മ എന്താ പുണ്യവതിയോ? നീ എന്റെ അമ്മേനെ കണ്ടുപിടിക്കുക. നിന്റെ അമ്മയോട് എന്റെ അമ്മയ്ക്ക് എന്ത് സ്നേഹമാ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, സ്നേഹം എന്തിന്റെയാന്നൊക്കെ. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? ഞാനൊന്നും പറയുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ശ്രീകാന്ത് പോകാൻ നോക്കാൻ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടു കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയുടെ മൊബൈൽ എടുത്ത് നോക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ, മൊബൈലിൽ നോക്കി ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, രേവതി ആ മൊബൈൽ എടുത്ത് നോക്കാനൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഏതായാലും ഇനിയിപ്പം നെക്സ്റ്റ് വീക്ക് പ്രൊമോയിൽ കയറി പോകുമായിരിക്കും. ഏതായാലും നമ്മൾ ഇന്ന് ഒരു ഉച്ചയ്ക്ക് ഒരു 1:45 ആകുമ്പോൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഇടുന്നുണ്ട്. മറക്കരുത്, മിസ് ചെയ്യരുത്. നമ്മൾ ഉറപ്പായിട്ടും വരും, കാണണം കേട്ടോ. അപ്പൊ എല്ലാവരും ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പൊക്കോളൂ. ടാറ്റാ ബൈ ബൈ.